ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോക്കാരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്പ്ലെൻഡറിന്റെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഇവിടെ കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വീൽ ബെയറിംഗ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുണ്ട് നല്ല രീതിയിലൊരു പ്ലേ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇവിടെ കണ്ട ചെറിയൊരു പ്ലേ പോലെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീൽ ഇങ്ങനെയാന്ന് ഷേക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഒരു പ്ലേ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിലൊക്കെ വളമൊക്കെ വളഞ്ഞു വരുമ്പോഴത്തേക്ക് വണ്ടി ഒരു സൈഡിലേക്ക് സ്ലിപ്പായി പോകാനും അതുപോലെ തന്നെ വണ്ടി ബ്രേക്ക് ഒക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടാത്ത രീതിയിലേക്കൊക്കെ കംപ്ലൈന്റുകൾ കാണാറുണ്ട്. ഇതിനൊക്കെ കംപ്ലൈന്റിലൊക്കെ നിങ്ങൾ വണ്ടിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ഒരു വീല് ഇളക്കിയതിനു ശേഷം അതിന്റെ ബെയറിംഗ് മാറ്റാനായിട്ട് പോകണം. നമുക്ക് അതിന്റെ വീലൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലിപ്പോ ടയറെല്ലാം കഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം പറഞ്ഞാ ഈ ഒരു ബെയറിംഗ്, ഈ കാണുന്ന ബെയറിംഗ് ആണ് ഇവിടെ ഒരു പ്ലേ വരുന്നുണ്ട്. ഈ ഒരു പ്ലേ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ബെയറിംഗ് മാറേണ്ടതായിട്ടുള്ളത്. അതുപോലെ രണ്ട് സൈഡിൽ വരുന്നുണ്ട്. ഈ രണ്ട് സൈഡുകളിലും നമുക്ക് രണ്ട് സൈഡിലും കണ്ടോ, ഇവിടെ രണ്ട് സൈഡിലും ഈ ബെയറിംഗ് ഉണ്ട്. ഈ ഒരു ബെയറിംഗ് നമുക്ക് അടിച്ചിളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് പുതിയ ബെയറിംഗ് സെറ്റ് ചെയ്യാം. ഈ ബെയറിംഗ് ആണ് കിടന്നത്, പഴയ ബെയറിംഗ് ആണ്. അത് നല്ല പ്ലേ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ബെയറിംഗ് കമ്പനി ആണോ അല്ലോ അതിന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നല്ല രീതിയിലുള്ള പ്ലേ കാണിക്കുന്നത്. അപ്പൊ നമുക്കിത് മാറ്റിയിട്ട് പുതിയതിടാം. ഇത് നമ്മൾ എസ്കേഫിന്റെ ബെയറിംഗ് ആണ്. പുതിയ എസ്കേഫിന്റെ ബെയറിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബെയറിംഗ് ആണ് എസ്കേഫിന്റെ ബെയറിംഗ് വന്നത്. ഇതിനേക്കാളും കുറഞ്ഞ ബെയറിംഗിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അത് യൂസ് ചെയ്യണില്ല. നമ്മൾ ഇടുന്നത് ബെറ്റർ ആയിട്ടുള്ള നല്ല ബെയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ബെയറിംഗ് ഇതിൽ സെറ്റ് ചെയ്യാം. നമ്മള് ഒരു ഹോൾഡർ സെറ്റ് ചെയ്യണം. അപ്പുറത്തെ സൈഡിലെ വേറെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്റർ ഹോൾഡർ ആണ്. ഈ ഹോൾഡർ നമുക്ക് ഇതിനുള്ളിൽ കറക്റ്റ് നമ്മൾ പോർഷനിൽ വെക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ബെയറിംഗ് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. രണ്ട് സൈഡിലും ബെയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിൽ സെന്ററിൽ ചെറിയൊരു സെയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് കുറച്ച് നമുക്ക് കയറ്റി കൊടുക്കാം. ഇനി നമ്മൾ ബെയറിംഗ് എല്ലാം അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടയർ വണ്ടിയിൽ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ ഈ സ്പേസർ എല്ലാം കയറ്റി ഇവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ട്രാക്കിന്റെ കാര്യങ്ങളെല്ലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആക്സിലിന്റെ നെറ്റ്, മെയിൻ നെറ്റ് മുഴുവൻ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വീൽ ബെയറിംഗ് മാറുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം കണ്ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.